അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി നോക്കുമ്പോൾ വണ്ണം കൂടുന്നു അതാണ് വരുന്നത്. പക്ഷേ അയാളുടെ ഹെൽത്ത് ഇപ്പം ചിലരുണ്ട് മെറ്റബോളിക്കലി ഓക്കെ ആയിരിക്കും, മറ്റ് അസുഖമൊന്നും കാണില്ല, അമിതവണ്ണം ഉണ്ടെന്നേ ഉള്ളൂ പുറമേ നോക്കുമ്പോൾ. അപ്പം അസുഖം നമ്മൾ പറയുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് വന്നു തുടങ്ങുമ്പോഴാണ്. അതിന് മുമ്പേ തന്നെ നമ്മൾ ടെസ്റ്റുകൾ വഴി ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ ബ്ലഡ് ആണല്ലോ, ബ്ലഡ് ഒരു ടിഷ്യൂ ആണ് ശരിക്കും, അത് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഹോൾ ബോഡി കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ഇടത്തു നിന്നുള്ള കാര്യങ്ങളും അതിനകത്തേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ കൂടുക, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടും, ക്യാൻസർ വന്നാൽ ക്യാൻസർ മാർക്കേഴ്സ് കൂടും, പിന്നെ രക്തം കുറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയും എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ബ്ലഡിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കൂടി, അതായത് സിംറ്റംസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് നമ്മളുടെ പ്രോബ്ലംസ് വരാൻ പോകുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ ഷുഗർ കൂടിയാലേ നമ്മൾ ഡയബറ്റീസ് ആണെന്ന് കണക്കാക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇൻസുലിൻ തന്നെ കൂടുമ്പോഴേ നമുക്കറിയാം പ്രീ ഡയബറ്റിക് ആണെന്ന്. പ്രീ ഡയബറ്റിക്സ് ആദ്യം ഇൻസുലിനാണ് കൂടുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അല്ലാതെ തന്നെ ടെസ്റ്റുകൾ നോക്കേണ്ടി വരും. പിന്നെ ഉള്ളത് നമ്മളുടെ ഈ വെയിറ്റിൽ തന്നെ ലീൻ മാസ് ഉണ്ട്, ഫാറ്റ് മാസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വെയിറ്റ് നോക്കുന്നു, ഒരാൾക്ക് 100 കിലോ ഉണ്ട്, അയാളെ 100 കിലോയിൽ എത്ര കിലോയാണ് ഫാറ്റ്, എത്ര കിലോ ആണ് ഫാറ്റ് അല്ലാത്തതെന്നുള്ള അതിനാണ് ലീൻ മാസ് എന്ന് പറയുന്നത്. അതിനകത്ത് മസിൽ വരും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് വരും, ബോൺ വരും, ബ്ലഡ് വരും, ഇതെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ സാധാരണ നിലയിൽ ഇതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. നമുക്ക് ഒരു അറൗണ്ട് ഇപ്പം ജെൻസിനാണെങ്കിൽ ഒരു ഏറ്റവും ഐഡിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 10-15% ഫാറ്റ് പാടുള്ളൂ, ബാക്കിയുള്ളത് ലീൻ മാസ് ആയിരിക്കണം. അതുപോലെ ലേഡീസിലാണെങ്കിൽ ഒരു 15-25% വരെ ഫാറ്റ് മാസ് വരാം, അത്രയാണ്. അത് നേച്ചർ അനുസരിച്ച് നമ്മുടെ ഹോർമോണിൻ്റെ ഇതും കൂടെയൊക്കെ ഉണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ലേഡീസിൽ അത് കുറയ്ക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് 15-25% നമ്മൾ നോർമലായിട്ട് വയ്ക്കുന്നു. അപ്പം ഇപ്പം നമ്മൾ മസിൽ കുറഞ്ഞു പോകുന്നതും ഇപ്പം വെയിറ്റ് കൂടുക മാത്രമല്ല, പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഫാറ്റ് കൂടുകയും ചെയ്യും, മസിൽ കുറയുകയും ചെയ്യും. അപ്പം മസിൽ ഒരു എൻഡോക്രൈൻ ഓർഗനാണ്, മസിലിനകത്ത് കുറേ ഹോർമോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് കൂടുമ്പോൾ ഫാറ്റിൽ നിന്നുള്ള ഹോർമോൺസ് കൂടും, മസിൽ കുറയുമ്പോൾ മസിലിൽ നിന്നുള്ള ഹോർമോൺസ് കുറയുകയും ചെയ്യും. അതുപോലെ ബോണിനും ഉണ്ട്. ഇപ്പം എല്ലാ ഓർഗൻസിനകത്തു നിന്നും നമ്മൾ പല ഹോർമോണുകളൊക്കെ പുതിയത് കണ്ടുപിടിക്കപ്പെടുകയാണ്. അപ്പം ഇതിൻ്റെ മസിലിൻ്റെ ആക്ടിവിറ്റി, മസിലിൽ നിന്ന് ബോണിൽ നിന്ന് എന്ത് പുറത്ത് വരണമെങ്കിലും മസിൽ ആക്റ്റീവ് ആകണം. അപ്പോൾ ആക്ടിവിറ്റി കുറയുമ്പോൾ അവിടെ ഡിസ്പ്രപ്പോർഷൻ വരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇംബാലൻസസ് എല്ലാം കൂടി വരുമ്പോഴാണ് ഈ ഒബേസിറ്റിയിൽ ഒരു മെറ്റബോളിക് ഇംബാലൻസ് ആണ് വരുന്നത്.